സോ ടുഡേ വാസ് എ നൈസ് ഡേ. ഒരു ട്രക്കിങ്ങിന് പോവുകയാണ്. അതിനായി 12:30-ക്കുള്ള കൊല്ലം കന്യാകുമാരി മെമു ട്രെയിൻ പിടിച്ച് പശ്ചിമഘട്ട മലനിരകൾ താണ്ടി കന്യാകുമാരിയിലേക്ക് വിട്ടു. ട്രെയിനിൽ അധികം ആളുകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയി സദേൺ റെയിൽവേയുടെ അവസാന പോയിന്റ് ആയിട്ടുള്ള കന്യാകുമാരി സ്റ്റേഷനിലോട്ടെത്തി. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് പൊത്തേടി എന്നുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഒരു 15 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ വന്ന സ്ഥലം എനിക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു മല ഞാൻ മുൻപ് 2 തവണ കയറിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരിപ്പിച്ചത് ഇവിടത്തെ പ്രകൃതി ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എത്തിയത് കന്യാകുമാരി ജില്ലയിലെ പൊത്തേടി എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മരുത്വ മലയിലേക്കാണ്. ഐതിഹ്യപരമായി രാമായണ യുദ്ധത്തിൽ രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ ബാണമേറ്റ് ശ്രീലക്ഷ്മണൻ വീഴുന്നു. അദ്ദേഹത്തിനെ രക്ഷിക്കാനായി മൃതസഞ്ജീവനി തേടി ഹനുമാൻ ദ്രോണഗിരി എന്നുള്ള പർവ്വതത്തിലേക്ക് എത്തുന്നു. എന്നാൽ ദ്രോണഗിരിയിലെത്തുന്ന ഹനുമാന് മൃതസഞ്ജീവനി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ദ്രോണഗിരി മുഴുവനായി പിഴുതെടുത്ത് യുദ്ധഭൂമിയിലേക്ക് ഹനുമാൻ പറക്കുന്നു. പറക്കുന്നതിനിടയ്ക്ക് ഹനുമാന്റെ കയ്യിലുള്ള ദ്രോണഗിരിയിൽ നിന്ന് അടർന്നു വീണ ഒരു ഭാഗമാണ് ഇവിടെ മരുത്വാമലയായി നിലകൊള്ളുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമയം വൈകിട്ട് 4:30 ആയെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ കാണുന്ന കാഴ്ചകളെല്ലാം വളരെ സുന്ദരമായിരുന്നു. കന്യാകുമാരിയിലെ ഗ്രാമങ്ങളും താഴെയുള്ള പുഴയും മറ്റു പശ്ചിമഘട്ട മലനിരകളും പാടങ്ങളും എല്ലാം നമുക്ക് അതിന്റെ മേളിൽ നിന്ന് കാണാൻ സാധിക്കും. കാഴ്ചകൾ സുന്ദരമായിരുന്നെങ്കിലും കേറുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. വെയിലും ചൂടും കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടപ്പിളകി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുത്താണ് ഞാൻ മേളിലേക്ക് കയറിയത്. ഞാൻ ഈ ഒരു മലകയറ്റത്തിൽ ആകെ കണ്ടത് 2 പേരെയാണ്. എന്നാൽ അവർ പകുതി കയറി താഴോട്ടിറങ്ങി പോവുകയും ചെയ്തു. ഇത്രയും ദൂരം വന്നിട്ട് പകുതിയിൽ നിർത്തി താഴോട്ടേക്ക് ഇറങ്ങി പോകാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. എങ്ങനെയും മേളിലെത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ റെസ്റ്റ് എടുത്ത് മേളിലേക്ക് തന്നെ എന്റെ യാത്ര തുടർന്നു. നല്ല ചൂടുണ്ടായിരുന്നോണ്ട് തന്നെ ഷർട്ടെല്ലാം ഊരി ഞാൻ കൈ പിടിച്ചു. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയേറെ ഞാൻ തളരുന്നത്. എന്തൊക്കെയാണെങ്കിലും മേളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം എന്നെ മുന്നോട്ട് നയിച്ചു. ആഗ്രഹത്തിന്റെ കൂടെ അവിടെ എനിക്ക് കാണാൻ പറ്റിയ കാഴ്ചകളും എന്നെ മുന്നോട്ടേക്ക് തന്നെ നടക്കാൻ പ്രേരിപ്പിച്ചു. പതിയെ കയറിയോണ്ട് തന്നെ ഒരു 2 മണിക്കൂറോളം എടുത്തു എനിക്ക് മേളിലേക്ക് എത്താൻ. ശ്രീനാരായണ ഗുരു വർഷങ്ങളോളം തപസ് ചെയ്ത പിള്ളത്തടം എന്നുള്ള ഗുഹ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗുഹയ്ക്കുള്ളിലുള്ള കാഴ്ചകളും മേളിലുള്ള ഹനുമാൻ കോവിലും എല്ലാം അടുത്ത വ്ലോഗിൽ കാണാം. അങ്ങനെ 2 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ശേഷം മുകളിലുള്ള ഗുഹയുടെ ഭാഗത്തേക്ക് എത്തി. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഈ കാണുന്ന ഇടുങ്ങിയ പാറകൾക്കുള്ളിൽ കൂടിയാണ് ഗുഹയിലേക്ക് പ്രവേശിക്കേണ്ടത്. ക്ലൗസ്ട്രോഫോബിയ ഉള്ളവർക്ക് കുറച്ചൊക്കെ പേടി വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടായിരുന്നു ഇവിടെ. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നിരങ്ങിയിറങ്ങാൻ പറ്റുന്ന സ്പേസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കുള്ളിൽ കൂടി നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. പിള്ളത്തടം എന്നറിയപ്പെടുന്ന ഈ ഒരു ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു വർഷങ്ങളോളം തപസ് ചെയ്തത്. ഇവിടെ തപസ് അനുഷ്ഠിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുവിന് എൻലൈറ്റൻമെന്റ് കിട്ടിയതെന്നും പറയപ്പെടുന്നു. ഗുരു മാത്രമല്ല, അഗസ്ത്യമുനിയും വൈകുണ്ഠസ്വാമിയുമൊക്കെ ഇവിടെ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുറത്ത് വെട്ടിത്തിളയ്ക്കുന്ന ചൂടാണെങ്കിലും ഗുഹയ്ക്കുള്ളിൽ ഒരു AC ഇട്ട ഫീലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കുറച്ചു നേരം കൂടി റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോയി. മലയുടെ ഏറ്റവും മുകളിലായിട്ട് ഹനുമാന്റെ ഒരു അമ്പലമുണ്ട്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് കന്യാകുമാരിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ സാധിക്കും. നിർഭാഗ്യവശാൽ മേഘങ്ങളെല്ലാം മൂടിയതുകൊണ്ട് നല്ലൊരു സൂര്യാസ്തമയം എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് എല്ലാം ഞാൻ കഴിച്ചു. അങ്ങനെ പതിയെ ഇരുട്ടിത്തുടങ്ങി. താഴെയുള്ള വീടുകളിൽ ലൈറ്റ് പ്രത്യക്ഷപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു 7:30, 7:45 വരെ മലയുടെ മേളിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി തുടങ്ങി. ഫോണിന്റെ ഫ്ലാഷ് ഇല്ലാതെ വേറൊരു ലൈറ്റും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങിയത്. കയറാൻ 2 മണിക്കൂർ എടുത്തെങ്കിലും താഴോട്ടേക്ക് ഇറങ്ങാൻ ഒരു 40 മിനിറ്റ് മതിയായിരുന്നു. അങ്ങനെ മനസ്സിലുള്ള പ്രേതവും ഇരുട്ടും വരത്തുപോക്കും എല്ലാം താണ്ടി ഞാൻ റോഡ് സൈഡിലോട്ടെത്തി. അവിടെ എത്തി ഞാൻ ആദ്യം പോയത് രാവിലെ പരിചയപ്പെട്ട ഒരു ചേട്ടന്റെ കടയിലേക്കാണ്.
രാവിലെ പരിചയപ്പെട്ടപ്പോൾ തന്നെ 9 മണിക്കുള്ളിൽ താഴെ ഇറങ്ങുവാണെങ്കിൽ കന്യാകുമാരി വരെ ആക്കിത്തരാമെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറി കന്യാകുമാരി എത്തി. ഇനി വരുമ്പോ വേറെ അങ്ങനെ കണ്ണൻ ചേട്ടനോട് നന്ദി പറഞ്ഞ് കന്യാകുമാരി ഒന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചു. സമയം താമസിച്ചുകൊണ്ട് തന്നെ അവിടെ വലുതായിട്ടൊന്നും കാണാനില്ലായിരുന്നു. വയറു വിശന്നപ്പോ അവിടെ ഒരു കടയിൽ കയറി ഫ്രൈഡ് റൈസ് കഴിച്ചു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാൻ ആരംഭിച്ചു. രാവിലെ 3 മണിക്ക് എനിക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനുള്ളായിരുന്നു. അതുകൊണ്ട് പുറത്തൊരു തിണ്ണയിൽ കിടന്ന് 2 മണിവരെ ഞാൻ ഉറങ്ങി. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. അതിൽ കയറി ഞാൻ വീട്ടിൽ പോയി. And that was all about today, and I'll see you in another life.